ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഒരു മത്തി വറ്റിച്ചത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിനായിട്ടേ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ ഉലുവ ഒന്ന് പൊട്ടി കഴിഞ്ഞാൽ സവോള ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൽ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ വെളുത്തുള്ളി ഇല്ലാത്ത കാരണം കൊണ്ട് ചേർത്തിട്ടില്ല. വെളുത്തുള്ളിക്ക് നല്ല വിലയായ കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങിക്കാത്തത്. പിന്നെ വരുന്നേരൊന്നും ഇല്ലല്ലോ, നമ്മൾ മാത്രമേ ഉള്ളൂ. സവോളയും തക്കാളിയൊക്കെ നന്നായി വഴണ്ടി വന്നപ്പോഴേ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറും വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുടംപുളി ഇഷ്ടമുള്ളവർക്ക് കുടംപുളി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ തിളച്ചതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ 1-2 തള തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തീ ഓഫാക്കി മൂടി വെക്കട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം വേണം നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോഴേക്കും കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. കൂടാതെ കറിയുടെ കളറൊക്കെ അടിപൊളി കളർ